ഹലോ, വിശാൽ സാർ അല്ലേ? അതെല്ലോ സാർ, ഞാൻ PP സെക്യൂരിറ്റീസിൽ നിന്ന് ആനന്ദാണ് വിളിക്കുന്നത്. പറയൂ. സാറിന്റെ ഷെയർ ട്രേഡിംഗ് അക്കൗണ്ട് കുറച്ചു കാലമായിട്ട് ഇനാക്റ്റീവ് ആണല്ലോ സാർ. സാർ ഇപ്പോൾ ട്രേഡ് ഒന്നും ചെയ്യുന്നില്ലേ? ആക്ച്വലി ഞാനത് ഷെയർ ട്രേഡിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി ചുമ്മാ ഒരു ആപ്പ് എടുത്തേ ഉള്ളൂ. ഞാൻ ഫ്രീക്വന്റ് ഇൻവെസ്റ്റർ ഒന്നും അല്ല. സാറ് ഇപ്പോൾ ട്രേഡിങ്ങിനെ കുറിച്ച് നല്ല ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത്. പറയൂ. സാർ, ഇന്ന് QBC കോർപ്പറേഷന്റെ റിസൾട്ട് വരികയാണ് ഉച്ച കഴിഞ്ഞ്. അപ്പോ ഇന്ന് ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അവരുടെ ഒരു നല്ല റിസൾട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ സാർ ഇന്ന് ഒരു ഇൻട്രാഡേ ട്രേഡ് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാറിന് നല്ലൊരു ലാഭം കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ സാർ, സാർ ട്രൈ ചെയ്യൂ. ഓക്കെ സാർ, താങ്ക് യു, ബൈ. പിന്നെ ട്രേഡ് ചെയ്ത് നോക്കിയത് കിട്ടുന്ന വെറും 2000 രൂപ കിട്ടപ്പോ ഇത്രയും ക്യാഷ് കിട്ടിയ അപ്പൊ 5000 രൂപ കിട്ടി എന്തുമാത്രം കിട്ടുമായിരുന്നു. താങ്ക്സ് ആണല്ലേ. പക്ഷെ ക്യാഷ് എന്ത് ചെയ്യും? പല ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്കാം. എന്താ എവിടെ എവിടെ ഓഫീസിലാണോ? എന്നാ എവിടെ? എനിക്ക് അത്യാവശ്യമായിട്ട് 25,000 രൂപ ആവും. 2 ദിവസം അറേഞ്ച് ചെയ്യാൻ തിരിച്ച് എന്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അറിയത്തില്ലേ? പഴയ അക്കൗണ്ട് വേണ്ടല്ലോ വേണ്ടേക്കാം. ശരിയാ മതി. സമയം കളയണ്ട, പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്തേക്കാം. കുറച്ചുകൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാമല്ലോ. കാശ് മുഴുവൻ കടം മേടിച്ച കാശ് ഇങ്ങനെ തിരിച്ചു കൊടുക്കും.